നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ക്രിസ്മസ് ദിനത്തിലെ ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്താനും ശേഷം ജനാഭിമുഖ കുർബാന തുടരാനും വൈദിക സമിതിയുടെ തീരുമാനം. ഏകീകൃത കുർബാന അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് അൽമായ മുന്നേറ്റം. പാതിര കുർബാന ഏകീകൃതമാക്കാൻ അനുവദിക്കില്ലെന്നും അൽമായ മുന്നേറ്റം വ്യക്തമാക്കുന്നു. ഗുരുവായൂർ അരിയന്നൂരിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനമിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. കണ്ടാണശ്ശേരി സ്വദേശി ശ്രീനിവാസനാണ് മരിച്ചത്. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളുടെ വാഹനമാണ് ഇടിച്ചത്. തൃശൂർ കാണിപ്പയ്യൂരിൽ ഗുഡ്സ് ഓട്ടോ മറിഞ്ഞ് ഒരാൾ മരിച്ചു. കാണിപ്പയ്യൂരിൽ മാന്തോപ്പ് കിഴക്കുമറയിലാണ് സംഭവം. പഴുനാന ഭാഗത്തു നിന്നും മാന്തോപ്പിലേക്ക് വന്നിരുന്ന ഗുഡ്സ് ഓട്ടോ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അറവുശാലയിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചത്. യന്ത്രത്തിൽ കൈ കുടുങ്ങി ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം. കയ്പമംഗലം 3 പീടികയിൽ നിർദ്ദിഷ്ട 6 വരി ദേശീയപാതയുടെ ജോലിക്കായി എത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശി ബസുദേവ് സർക്കാറാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10:30 പ്ലാന്റിൽ കോൺക്രീറ്റ് മിക്സറിൽ ജോലി ചെയ്യുന്നതിനിടയിൽ കൈ കൺവെയർ ബെൽറ്റിൽ കുടുങ്ങുകയായിരുന്നു. പോലീസ് ഡിവൈഎഫ്ഐ മർദ്ദനത്തിനെതിരെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്ന വേദിക്ക് സമീപം മുന്നറിയിപ്പില്ലാതെയായിരുന്നു പോലീസ് നടപടി. അപായപ്പെടുത്താനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് നടന്നതെന്നും സതീശൻ ആരോപിച്ചു. ചാലക്കുടിയിൽ പോലീസ് വാഹനാക്രമണത്തിൽ കേസിൽ 5 പേരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ എസ്ഐയുടെ കാല് തല്ലിയൊടിക്കുമെന്ന ഭീഷണി പ്രസംഗം നടത്തിയ SFI നേതാവ് ഹസൻ മുബാറക്കിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടില്ല. പ്രസംഗം പരിശോധിച്ച ശേഷം നടപടിയെന്നാണ് പോലീസ് അറിയിക്കുന്നത്. 1.5 വർഷം മുൻപ് മതിലകത്ത് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്ന് പിടിച്ചെടുത്ത 550 കിലോ പഞ്ചസാര കേടുവന്നതിനെ തുടർന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് കുഴിച്ചുമൂടി. പഞ്ചസാര ഭക്ഷ്യയോഗ്യമല്ലെന്ന് സപ്ലൈകോ ക്വാളിറ്റി അഷുറൻസ് വിഭാഗത്തിന്റെ പരിശോധനയിൽ വ്യക്തമായതോടെ കുഴിച്ചുമൂടുകയായിരുന്നുവെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ പറഞ്ഞു. വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്ന ചിദംബരം എന്നയാളുടെ മാനസാന്തരത്തിന്റെ കഥയുമായി റിപ്പർ ജയാനന്ദന്റെ നോവൽ പുലരി വിരിയും മുൻപേ എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ റിട്ടയർഡ് ജസ്റ്റിസ് KM നാരായണക്കുറുപ്പാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. മാളപ്പോയ സ്വദേശിയായ ജയാനന്ദൻ 5 കൊലക്കേസുകൾ ഉൾപ്പെടെ 23 കേസുകളിൽ പ്രതിയാണ്. കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവിട്ടിലിന്റെ മെത്രാഭിഷേകം ജനുവരി 20 കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നടക്കും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക കർമ്മങ്ങളുടെ മുഖ്യ കാർമ്മികനാകും. ഭാരതത്തിലെ വത്തിക്കാൻ പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജിറെല്ലി അനുഗ്രഹ പ്രഭാഷണം നടത്തും. പറവൂരിൽ ഗ്രേഡ് SIയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഞാറക്കൽ സ്റ്റേഷനിലെ SI ഷിബു ആണ് തൂങ്ങി മരിച്ചത്. കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഏറെ മദ്യപിച്ചിരുന്നതായും പോലീസുകാർ പറയുന്നത്. തുടർന്ന് ജീവൻ ഒടുക്കിയതാവാമെന്ന് കരുതുന്നുവെന്നും പോലീസുകാർ പറയുന്നു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.